السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയ ശ്രോതാക്കൾ, ഞാനിവിടെ നിങ്ങളോട് സംവദിക്കുമ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിൽ നിലവിളികൾ സജീവമാവുകയാണ്. ഓരോരുത്തരുടെയും പ്രാണൻ എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞു തിരിയുകയാണ്. വസന്തത്തിന് വേണ്ടി മനുഷ്യകോലങ്ങൾ വീർപ്പുമുട്ടുകയാണ്. അഭയാർത്ഥികൾ എന്നത് ഇന്ന് ലോകത്തിന് മുന്നിൽ നിലകൊള്ളുന്ന ഏറ്റവും വലിയ മനുഷ്യത്വ പരീക്ഷണങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട്. യുദ്ധവും പീഡനവും കാലാവസ്ഥാ ക്ലേശവും തുടങ്ങിയ പല കാരണത്താലും സ്വജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വദേശം വിടേണ്ടി വരുന്ന ഓരോരുത്തരും നമ്മുടെ സാമൂഹ്യ ബോധത്തിന്റെ അളവ് കോലങ്ങളായി മാറിയിരിക്കുന്നു. ജന്മം കൊണ്ട നാട്ടിൽ നിന്നും ജീവനും കയ്യിലേന്തി ഉറ്റവരെയും ഉടയവരെയും എന്തിനേറെ പറയണം, സമ്പത്ത് പോലും നഷ്ടപ്പെട്ടതിന്റെ യാതനകൾ പേറിക്കൊണ്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് അഭയം അഭ്യർത്ഥിച്ചു പലായനം ചെയ്യുന്നവർ, മതത്തിന്റെയും നിറത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മാതൃരാജ്യത്തിൽ നിന്നും തിരസ്കൃതരാവുന്നവർ. UN റെഫ്യൂജി ഏജൻസിയുടെ കണക്കനുസരിച്ച് 2024 ലോകത്താകമാനം ഏകദേശം 120 ദശലക്ഷത്തിലധികം ആളുകളാണ് പലായനം ചെയ്തവരോ അഭയാർത്ഥികളോ ആയി മാറിയിട്ടുള്ളത്. അഫ്ഗാനിൽ നിന്നും ഇറാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക് 38,09,600 പരം ആളുകളും, ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും അമേരിക്കയിലേക്ക് 5,53,200 പരം ആളുകളും തുടങ്ങി യുദ്ധം നാശം വിദേശ ഇടങ്ങളിൽ നിന്നുമൊക്കെയായി അഭയാർത്ഥി പ്രവാഹമാണ് സമീപ രാജ്യങ്ങളിലേക്ക് ഉണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളായ സുഡാൻ, കെനിയ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ ജനങ്ങൾ പരസ്പരം അഭയാർത്ഥികളായി മാറിയിട്ടുമുണ്ട്. ഇത് വെറും കണക്കുകൾ മാത്രമല്ല. ഇതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ സൗഖ്യ ജീവിതം കൊതിക്കുന്ന ഒരുപറ്റം മനുഷ്യരുടെ നിലവിളികൾ നമുക്ക് ശ്രമിക്കാൻ സാധിക്കും. ചില രാജ്യങ്ങൾ അഭയാർത്ഥികളെ കൊണ്ടാടുന്നു. ജർമ്മനി, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുടെ മാനുഷിക നയം വളരെ പ്രശംസനാർഹമാണ്. എന്നാൽ മറ്റു പല രാജ്യങ്ങളും ഇവരെ തടയുകയോ ക്യാമ്പുകളിൽ തളയ്ക്കുകയോ ചെയ്യുന്നു. രാജ്യങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കാത്തതിന്റെ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതോടുകൂടി രാജ്യങ്ങൾക്ക് ബാധ്യത വർദ്ധിക്കുകയാണ്. ഒരുപക്ഷെ ആ രാജ്യം പട്ടിണിയിലേക്ക് വരെ കുത്തിക്കുത്താൻ ഇത് കാരണമായേക്കും. ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ നാം ഇന്ന് കുത്തിക്കുറിക്കുന്നത് ജീവൻ തുളുമ്പാത്ത അക്ഷരക്കൂട്ടങ്ങളെയാണ്. കടലിന്റെ വയറുകളിൽ മുങ്ങി മരിക്കുന്ന മനുഷ്യരുടെ ചീറ്റവും അതിർത്തി വേദികളിൽ ചവിട്ടി മെതിക്കപ്പെട്ട മനുഷ്യാവകാശങ്ങളും ക്യാമ്പുകളിൽ ചെളിയിൽ പുഴുങ്ങുന്ന മനുഷ്യകോലങ്ങളും ഇവയൊക്കെയും നമ്മുടെ കാലത്തിന്റെ കറുത്ത മുഖങ്ങളാണ്. ഐക്യരാഷ്ട്രസഭയുടെ മൈഗ്രേഷൻ ഏജൻസി ഇതിനിടയിൽ യമൻ അതിർത്തികളിൽ 154ഓളം ആഫ്രിക്കൻ അഭയാർത്ഥികളുമായി പോയ ഒരു ബോട്ട്, ആ ബോട്ടിനെ അഭയാർത്ഥി വിരോധ ശക്തികൾ കടൽ മധ്യത്തിൽ തള്ളി എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു.
ഇതിനിടയിൽ ഐക്യരാഷ്ട്രസഭയുടെ മൈഗ്രേഷൻ ഏജൻസി യമൻ അതിർത്തികളിൽ 154ഓളം ആഫ്രിക്കൻ അഭയാർത്ഥികളുമായി പോയ ഒരു ബോട്ടിനെ അഭയാർത്ഥി വിരോധ ശക്തികൾ കടൽ മധ്യത്തിൽ തള്ളിയതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാനിവിടെ അഭയാർത്ഥികളെ പറ്റി സംസാരിക്കുമ്പോൾ ആലൻ കുർദയെ ഓർക്കാത്തവരായി അധിക പേരുമുണ്ടാകില്ല. കളിച്ചും രസിച്ചും ലോകത്തോട് പ്രതികരിക്കേണ്ടിയിരുന്ന ആ പിഞ്ചു ബാലന്റെ മരണം ഒരു ചിത്രമായി മാറിയപ്പോഴേക്കും അഭയാർത്ഥി പ്രശ്നം എന്നുള്ളത് നമ്മുടെ മുമ്പിലേക്ക് ഒരു യാഥാർത്ഥ്യമായി തുറന്നു വെച്ചു. യഥാർത്ഥത്തിൽ ഓരോ അഭയാർത്ഥികളും ഒരു ആലനല്ലേ. നാം അവരെ വെറും സംഖ്യകളായി മാത്രം കാണുമ്പോഴാണ് മനുഷ്യത്വത്തിന് ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത്. 1951 അഭയാർത്ഥി ഉടമ്പടി അനുസരിച്ച് അഭയാർത്ഥികളെ പീഡിപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം കുറ്റകരമാണ് എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നിയമം മാത്രമാണ് ഇന്ന് ബാക്കിയുള്ളത്. ഇതിനെ നടപ്പിലാക്കാൻ ഒരു രാജ്യവും തുനിയുന്നില്ല എന്നതാണ് വാസ്തവം. വംശീയ ആഭ്യന്തര യുദ്ധം കൊടുമ്പേറിക്കൊണ്ടിരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അഭയാർത്ഥി പ്രശ്നം ഏറെ തീക്ഷണമാണ്. കുടിക്കാൻ വെള്ളമില്ലാതെ, വസ്ത്രമില്ലാതെ അവർ അലയുകയാണ്. വൈദ്യുതി പോലത്തെ, റോഡുകൾ പോലത്തെ, ശുചിത്വം പോലത്തെ പല അടിസ്ഥാന സൗകര്യങ്ങളും നിഷേധിക്കപ്പെട്ട് അവർ ക്യാമ്പുകളിൽ ജീവിതം തള്ളി നീക്കുന്നു. ലബനാനിലെ ക്യാമ്പുകളിൽ തങ്ങളുടെ പാർപ്പിടങ്ങൾക്കോ മറ്റേതെങ്കിലും സൗകര്യങ്ങൾക്കോ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായി മാറുന്നു. അഭയാർത്ഥി ക്യാമ്പുകളിൽ മുഖ്യമായും പോഷകാഹാരക്കുറവും അതുപോലെ തന്നെ മെഡിക്കൽ ഡിസ്പോസിബിളിന്റെയും മറ്റു ആവശ്യ മരുന്നിന്റെയും ക്ഷാമം അവർ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഗസയുടെ തിരുവീതികളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിക്കുമ്പോൾ എത്ര പിഞ്ചോമനകളാണ് ഓരോ നിമിഷവും വെടിയുണ്ടകൾക്ക് ഇരയാകുന്നത്. പ്രതിയടയുന്നവരുടെ അക്കക്കണക്കുകൾക്കും അപ്പുറം അംഗവിച്ഛേദം സംഭവിച്ച ആയിരങ്ങളുടെ ആർത്തനാദങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ട്? നിലംപരിശായ ഭവനത്തിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്തി നരക തുല്യമായ ജീവിതം അനുഭവിക്കുന്നവർ, അന്നവും അറിവിനുള്ള മരുന്നും നിഷേധിക്കപ്പെട്ട് തെരുവിലലയുന്ന ബാല്യകുമാരങ്ങൾ, ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ ലോകത്തിന്റെ നാനാ ദിക്കിലുമുണ്ട്. അവരെ ഒരു ഭാരമായി കാണാതെ അവർ മനുഷ്യതസ്തികയിലാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ഐക്യരാഷ്ട്രസഭയും മറ്റു സംഘടനകളും രാജ്യങ്ങളും അനുബന്ധ തീരുമാനങ്ങൾ എടുക്കേണ്ടതിന്റെ ആവശ്യകത വളരെ അത്യാവശ്യമായ ഘട്ടത്തിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. മാത്രവുമല്ല, നാം ഓരോരുത്തരും അഭയാർത്ഥികളെ സ്വന്തം സഹോദരങ്ങളാൽ കണ്ടുകൊണ്ട് ഏതൊക്കെ തരത്തിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുവോ, ഏതൊക്കെ തരത്തിൽ സഹായങ്ങൾ അർപ്പിക്കാൻ സാധിക്കുന്നുവോ, ആ രീതികളൊക്കെയും ആ വഴികളൊക്കെയും നാം നേടിയെടുക്കാൻ നാം തയ്യാറാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിടാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.